ആദ്യമൊക്കെ അമേരിക്കയുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് പരിപൂർണ പിന്തുണ ഇസ്രായേലിൽ നിന്നായിരുന്നു. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അമേരിക്ക പതിയെ പതിയെ പല കാര്യങ്ങളിലും ചില തിരുത്തലുകൾ വരുത്തി തുടങ്ങി. അതിൽ ആദ്യത്തേതായിരുന്നു ഗസ പിടിച്ചെടുക്കുമെന്ന് നെതന്യാഹു പറഞ്ഞപ്പോൾ തൊട്ടടുത്ത ദിവസം അമേരിക്ക പറഞ്ഞു ഗസ പിടിച്ചെടുക്കുന്നത് ഏറ്റവും വലിയ അബദ്ധമാകുമെന്ന്. പിന്നെ അതിനിടയിൽ ഇങ്ങനെ യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ ഒരു വശത്ത് അമേരിക്ക വന്നിട്ട് പറയും, അല്ലെങ്കിൽ ബൈഡൻ വന്നിട്ട് പറയും, അല്ലെങ്കിൽ അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വന്നിട്ട് പറയും, അയ്യോ പാവപ്പെട്ട പലസ്തീനികളെ കൊല്ലുന്നേ, കുട്ടികളെയും കുഞ്ഞുങ്ങളെയും കൊല്ലുന്നേ, അത് അനുവദിക്കാൻ കഴിയാത്തതാണ് എന്ന്. എന്നിട്ട് നേരെ പോയിട്ട് അപ്പുറം ചെന്നിട്ട് പറയും ഇസ്രായേൽ നടത്തുന്ന പ്രതിരോധമാണ്, ഇസ്രായേലിന് വേണ്ട എല്ലാ പിന്തുണയും യുദ്ധ സാമഗ്രികളും ഇന്റലിജൻസും ഒക്കെ നമ്മൾ നൽകുമെന്ന് പറയും. അതായത് കരയുദ്ധം തുടങ്ങുന്ന സമയത്ത് ഹമാസിന്റെ ഗറില്ല മോഡൽ സ്ട്രൈക്ക് തിരിച്ചു വന്നു. അപ്പൊ ആ സമയത്ത് തിരിച്ചടി കിട്ടിയപ്പോൾ അമേരിക്കയാണ് ഇസ്രായേലിനെ വലിയ തോതിൽ സഹായിച്ചത്. ഇപ്പൊ ഇറാഖിലും സിറിയയിലുമൊക്കെ ഈ ഗറില്ല വാർ ഫ്രണ്ടുകളിൽ പരിശീലിച്ച് പരിചയസമ്പന്നരായ സൈനികർ അമേരിക്ക വിട്ടുകൊടുത്തത്. പക്ഷെ എന്നിട്ടും ഇസ്രായേലിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള വേറെ കാര്യം.